കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിന്റെ റിസൾട്ട് വന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് വിവാദങ്ങൾ കേട്ടതാണ്. സ്റ്റാൻഡേർഡൈസേഷന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളുടെ മാർക്ക് താഴേക്ക് പോവുകയും ഒരുപാട് ആളുകൾക്ക് റാങ്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ വർഷത്തെ റിസൾട്ടിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഈ വർഷം കീം എക്സാം എഴുതി റിസൾട്ട് വന്ന കുട്ടികൾ നിങ്ങളുടെ ടോട്ടൽ സ്കോറും നിങ്ങളുടെ റാങ്കും മാത്രം ഒരു ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമുക്ക് ഇതുപോലത്തെ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സ്കോർ ഷീറ്റ് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന എൻട്രൻസ് മാർക്ക്, +2 മാർക്ക്, അതുപോലെ ടോട്ടൽ സ്കോറും റാങ്കും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യുക. അതൊന്ന് ഞാൻ റിമൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിസൾട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ കുറച്ച് വിവാദങ്ങൾ തന്നെയാണ് ഈ വർഷവും ഉണ്ടായിട്ടുള്ളത്. പ്രോസ്പെക്ടസ്, കീമിന്റെ പ്രോസ്പെക്ടസ് വന്നത് ഫെബ്രുവരി ആ സമയത്താണ്, ജനുവരി ആ സമയത്താണ്. ആ സമയത്തൊക്കെ കഴിഞ്ഞ വർഷത്തെ അതേ ഫോർമുല യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ജൂലൈയിൽ തന്നെ ഇത്രയും വിവാദം ഉണ്ടായ സ്ഥിതിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് ആലോചിക്കാൻ 6 മാസം സമയം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അറിയിച്ചില്ല. ഈ എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന്റെ 2 ദിവസം മുന്നെയാണ് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഈ റിസൾട്ട് പുറത്തു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്ക് അതൊരു അൺഫെയർ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ CBSE ICSEയിൽ +2 പഠിച്ച കുട്ടികൾക്ക് വലിയൊരു അടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ടോപ്പറുടെ മാർക്ക് വെച്ചുകൊണ്ടാണ് മൊത്തം കുട്ടികളുടെ മാർക്ക് ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അതെന്തല്ല സ്റ്റാറ്റിസ്റ്റിക്കലി ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല. കാരണം നമുക്കറിയാം, എങ്ങനെ നോക്കിയാലും സ്റ്റേറ്റ് സിലബസിന്റെ PCM ബോർഡ് എക്സാമിനേക്കാൾ ടഫായിട്ടുള്ള എക്സാമാണ് CBSEയിലും ICSEയിലും നടക്കുന്നത്. അതിൽ തന്നെ ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1-2 ആളുകൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. എത്ര ടഫ് എക്സാം നടത്തിയാലും ചിലപ്പോൾ ഫുൾ മാർക്ക് വാങ്ങുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് അളക്കാനോ അല്ലെങ്കിൽ ഈ 3 ബോർഡിന്റെ മാർക്കുകൾ നമുക്ക് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടില്ല, ഈ പുതിയ മെത്തേഡിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ വെയിറ്റേജ് മാറ്റിയത് 5:3:2 എന്ന രൂപത്തിൽ മാത്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തു. അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം എഞ്ചിനീയറിംഗിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. എൻട്രൻസിലും കൂടുതൽ മാത്തമാറ്റിക്സ് തന്നെയാണ് കീമിലുള്ളത്. സോ അതുകൊണ്ട് എന്തില്ല, പ്രത്യേകിച്ച് ഒരു പ്രശ്നമെന്ന് നമുക്ക് പറയാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് ഒക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും, ചേഞ്ച് ഇൻ കീം സ്റ്റാൻഡേർഡൈസേഷൻ സ്പാർക്സ് പ്രൊട്ടസ്റ്റ്. ഒരുപാട് പാരൻസും കുട്ടികളൊക്കെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. കുറേ ആളുകൾ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഹിന്ദുവിൽ വന്ന ന്യൂസാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമ്മുടെ അജ്മൽ സാർ പറഞ്ഞ കാര്യങ്ങളടക്കം കോട്ട് ചെയ്തുകൊണ്ട് ഹിന്ദുവിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കുകയാണ്. വീണ്ടും കീമിന്റെ ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെന്റും അഡ്മിഷൻസ് ഒക്കെ വൈകുമോ എന്നുള്ളതടക്കം ആശങ്കയിലാണ്. ഇവിടെ നേരത്തെ 3-4 ദിവസം മുന്നേ ഈ ഒരു വാർത്ത വന്ന സമയത്ത് കീമിന്റെ മാർക്ക് ഏകീകരണ രീതി പരിഷ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ശരിയാണ്, സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് എടുത്തുകൊണ്ടാണ് പലപ്പോഴും സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് സിലബസിന്റെ എക്സാമിൽ മൊത്തത്തിൽ എല്ലാവർക്കും മാർക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു വേരിയേഷൻ എന്താണ് അവിടെ കുറവാണ്. എന്നാൽ CBSEയിലെ കുട്ടികൾക്ക് കൂടുന്നതിന്റെ റീസൺ അതായിരുന്നു. അപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സാം സിസ്റ്റം പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം, ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന രൂപത്തിലേക്ക് എക്സാം സിസ്റ്റം കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് എക്സാം മാർക്ക് ആഡ് ചെയ്തത് എന്തിനാന്നുള്ളത് റീതിങ്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. 2011 മുതലാണ് കീമിലേക്ക് ഇത് ആഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അത് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്. പക്ഷേ അവസാനം അത് അവർക്ക് മോശം റിസൾട്ടിലേക്ക് എത്തുന്നത് കണ്ടു. ആ ഒരു അവസ്ഥയിലാണ് ആക്ച്വലി ഈ ഒരു സിസ്റ്റം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ അടുത്ത വർഷത്തേക്കെങ്കിലും എല്ലാ ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് അൺഫെയറും വേറൊരാൾക്ക് ഫെയർ ആകാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റംസ് എല്ലാം മാറ്റിക്കൊണ്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഒരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷനായിട്ട് പറയാനുള്ളത്. അത് കീമിൻ്റെ ബ്രോഷർ വരുമ്പോൾ തന്നെ, പ്രോസ്പെക്ടസ് വരുമ്പോൾ തന്നെ എല്ലാ കുട്ടികളെയും അറിയിക്കാം. അല്ലാതെ ഈ വർഷം ചെയ്തതുപോലെ തന്നെ ഇതൊരു ചതി തന്നെയാണെന്ന് പറയാം. 2 ദിവസം മുന്നേ, എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ 1-2 ദിവസം മുന്നേ ഞങ്ങൾ സിസ്റ്റം മാറ്റുകയാണ്, റിസൾട്ട് മുഴുവനായിട്ട് പുതിയ രീതിയിൽ ഇറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാത്സിൻ്റെ വെയിറ്റേജ് കൂട്ടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അഗെയിൻ +2ന്റെ സ്റ്റേറ്റ് സിലബസിന്റെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ CBSEയുടെ +2 മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ഫിസിക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ 90% കുട്ടിയും CBSEയിലെ 90% കുട്ടിയുടെയും ഈക്വൽ മാർക്ക് നമ്മൾ എങ്ങനെ അവർക്ക് എൻട്രൻസിൽ ആഡ് ചെയ്ത് കൊടുക്കും? അതൊരിക്കലും എന്തല്ല ഫെയർ ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമ്മുടെ റിസൾട്ടിന്റെ അനാലിസിസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻസിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ പ്രകാരം ഒരു 600ലാണ് ടോട്ടൽ മാർക്ക് ഇടുക. 300 എൻട്രൻസിനും അതുപോലെ തന്നെ 300 ബോർഡ് എക്സാമിലും എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 570 അതിന് മുകളിലുമാണ് ആദ്യത്തെ 50 റാങ്കിലുള്ള കുട്ടികൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നോക്കി വെക്കാവുന്നതാണ്. ആൻഡ് 562 ആൻഡ് 570 50 മുതൽ 100 കുട്ടികൾ റാങ്കിൽ വന്നിട്ടുള്ളത്. 552 മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് ഏകദേശം 200 റാങ്കോളം എത്തിയിട്ടുണ്ട്. 535 ടോട്ടൽ സ്കോർ വന്ന സ്റ്റുഡൻറ്റിനാണ് 500 എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. 516 മാർക്ക് കിട്ടിയ കുട്ടിയാണ് 1000 കീമിൻ്റെ 1000 എന്ന് പറയുന്ന റാങ്ക് ക്രോസ് ചെയ്തിട്ടുള്ളത്. 487 എത്തിയപ്പോഴത്തേക്കും 2000 ആയി. 467 എത്തിയപ്പോഴത്തേക്കും 3000 റാങ്ക് എത്തിയിട്ടുണ്ട്. 441 5000, 420 10,000 ആണ്. അതുപോലെ 403 എത്രയാണ്,
10,000 ആണ്. സോറി 420-ൽ 7,500 ആണ്, 403-ൽ 10,000 ആണ്. അപ്പോൾ ഏകദേശം 600-ൽ 400 മാർക്കാണ്, 10,000 ഏകദേശം അപ്രോക്സിമേറ്റ്ലി 400 മാർക്കാണ് 10,000 കീം റാങ്കിന് വേണ്ടി ഈ വർഷം വന്നിട്ടുള്ളത്. അതുപോലെ 376 മാർക്ക് കിട്ടിയപ്പോഴത്തേക്കും 15,000-ൽ എത്തിയിട്ടുണ്ട്. ആൻഡ് 355 മാർക്ക് കിട്ടിയപ്പോഴേക്കും 20,000 എന്ന് പറയുന്ന റാങ്കിലേക്ക്, സ്റ്റേറ്റ് റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ വർഷത്തെ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ ആലോചിച്ച് തുടങ്ങാം. നമുക്ക് ബോർഡ് എക്സാമിന് 5:3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ മാർക്ക് എടുത്താൽ ബാക്കി എൻട്രൻസിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു ടോട്ടൽ സ്കോറിലേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റാങ്കിലേക്കും എത്താൻ സാധിക്കുക എന്നതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ കീമിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. അതിൽ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊരു സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ CBSE-യിലും ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടി ഉണ്ടാവാം, സ്റ്റേറ്റിൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഫുൾ മാർക്ക് വാങ്ങിയത്. അപ്പോൾ അവരെ ബേസ് ചെയ്തുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്താണോ നമുക്ക് കിട്ടിയ മാർക്ക് അത് തന്നെ ഫൈനൽ റിസൾട്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ്. അതിന് കുറഞ്ഞു പോയി എന്ന് പറയുന്ന ആളുകൾ അടക്കമുണ്ട്. ഓക്കെ, മേ ബി അവർ 5:3:2 എന്ന് പറയുന്ന റേഷ്യോൻ്റെ കാരണം അത് കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. എനിവേ, ഇതെല്ലാം ഈ 2 ബോർഡിലുള്ള കുട്ടികളെയും അൺഫെയർ ആക്കാതെ ഉള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോർഡ് എക്സാമിന് മാർക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നിർത്തുക. എന്നിട്ട് എൻട്രൻസ് എക്സാം മാത്രം ഉപയോഗിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അഡ്മിഷൻസ് നടത്തുക എന്നുള്ളതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ആൻഡ് കീം എഴുതിയ ആളുകളോട് ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്നു, താഴെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന റിസൾട്ടുകൾ, നിങ്ങൾക്ക് എൻട്രൻസിന് എത്രയാണ്, അതുപോലെ ബോർഡ് എക്സാമിന് എത്രയാണ്, പിന്നെ ടോട്ടൽ സ്കോർ എത്രയാണ്, റാങ്ക് എത്രയാണ്, ഈ ഡാറ്റ നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ഇയർ നമുക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള അനാലിസിസ് അടുത്ത ബാച്ചിന് കൊടുക്കാൻ സാധിക്കും. താങ്ക് യു.